ഒരുപാട് കെമിക്കലായിട്ടുള്ള ഡൈകളാണെങ്കിലും മറ്റ് കാര്യങ്ങളും മുടി വളർത്താനൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് പരാജയപ്പെടുമ്പോഴാണല്ലോ നാച്ചുറലായിട്ടുള്ള ചേരുവകൾ കൊണ്ട് അതിൽ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലോട്ട് നമ്മൾ എത്തുന്നത്. അതിലിപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏതാണ്ടൊരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ അനാർക്കലി നിങ്ങളെ പരിചയപ്പെടുത്തി തുടങ്ങിയിട്ട്. അതിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അനാർക്കലിയുടെ ഹെയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി കറക്കുമോ, എത്ര ദിവസം കൊണ്ട് കറക്കും എന്നുള്ളത് ഉറപ്പുണ്ടോ എന്നൊക്കെ. നമ്മളതിൽ ചേർക്കുന്ന ചേരുവകൾ നമ്മൾ വളരെ ക്ലിയറായിട്ട് സ്നേഹത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ്. അഞ്ജനകല്ല്, ദന്തപാല, അതുപോലെ തന്നെ വെള്ളച്ചന്ദനം, അങ്ങനെ ഒരുപാട് ചേരുവകൾ നമ്മളിതിൽ ചേർത്ത് 2 ദിവസം അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ ആ ഒരു കാച്ചുന്ന രീതിക്കൊക്കെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ. അന്നേരം ഒറ്റ യൂസിൽ മുടി കറക്കുമെന്നൊന്നും നമ്മളെങ്ങും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ചേർക്കുന്ന ചേരുവകളൊക്കെ നരച്ച മുടി കറുപ്പിക്കാനും കിളിർത്ത് വരുന്ന മുടി നല്ല കറുപ്പോടെ കരുത്തോടു കൂടി വരാൻ സഹായിക്കുന്നതാണ്. മുടി എത്ര ഇല്ലാത്ത ഒരാൾക്ക് മുടി കിളിർത്ത് വരാൻ പറ്റും. നല്ല ഉറക്കം, ഏത് തരത്തിലുള്ള താരനൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ല കിടിലിനൊരു ഹെയർ ഓയിലാണ് നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ. അത് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ പനിക്കുറുക്ക, അതിൻ്റെ കൂട്ടത്തിൽ മൈലാഞ്ചി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേ ഏറെയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഉണക്കി വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പൊടിയാണ്, ഇപ്പം ഫ്രഷ് ആയിട്ടുള്ളതില്ലെങ്കിൽ പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ നിറയെ മൈലാഞ്ചി ഇല, അതിൻ്റെ കൂട്ടത്തിൽ പനിക്കുറുക്ക ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പിന്നെ തേയില വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൂടാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് മൈലാഞ്ചി ഇല കേട്ടോ. മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുത്ത് വരാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ്. മുടിയൊക്കെ നമ്മൾ നരച്ച മുടിയെ കറുപ്പിക്കാൻ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെമ്പിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കണ്ടേ, അന്നേരം അതിന് പറ്റുന്നൊരു മാർഗ്ഗമാണ്. അന്നേരം നമ്മൾ പനിക്കുറുക്കയും അതിൻ്റെ കൂട്ടത്തിൽ മൈലാഞ്ചി ഇലയും തേയില വെള്ളവും കൂടെ ചേർത്ത് അരച്ചിട്ടുള്ള മിക്സിങ് ആണ് കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ റിസൾട്ട് കിട്ടുന്നതാണ്. നല്ലതായിട്ട് നമ്മുടെ ഇപ്പം നരച്ച മുടിയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നര മാറ്റാൻ വേണ്ടി മാത്രമല്ല, മുടി കിളിർത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതെല്ലാം നമ്മൾ പറയുന്നത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി, ഇരുമ്പ് എത്രത്തോളം മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് നമ്മൾ നേരെ ആ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടപ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ നെല്ലിക്കപ്പൊടിയാണ്. ഇപ്പം നെല്ലിക്കപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നെല്ലിക്ക, പച്ചനെല്ലിക്ക അരച്ച് ചേർക്കാവുന്നതാണ്. ഉണക്കനെല്ലിക്കയാണെങ്കിൽ അതും തിളച്ച വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ സത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഏതൊരു പൊടിയാണെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ നോക്കണം. നല്ല ബ്രാൻഡിൻ്റെ നോക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു നെല്ലിക്കപ്പൊടി 1-2 സ്പൂണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈലാഞ്ചി നമ്മുടെ തലയ്ക്ക് തണുപ്പ് തരുന്നതാണ്, നെല്ലിക്ക് തണുപ്പ് തരുന്നതാണ്. അന്നേരം ആ ഒരു തലനീര് ഇറങ്ങാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഞവരയില ചേർക്കുന്നത്. അതും മുടി സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനടുത്ത് തുളസിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അന്നേരം ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചിട്ട് നമ്മൾ ഒരു രാത്രി മുഴുവൻ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തേയില വെള്ളവും കൂടെ ചേർത്തിട്ടാണല്ലോ അരച്ചേക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിതെടുത്ത് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും മൊത്തമായിട്ട് നമ്മളൊരു പാക്ക് രീതിയിൽ ഈ ഒരു ഡൈയെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അത് നേരെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ ഒരു കളറിലോട്ട് മാറി കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ്. ഇത് നമ്മളിപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. മൈലാഞ്ചി ആണെങ്കിലും തേയില വെള്ളം ആണെങ്കിലും അതിൻ്റെ കൂടുതൽ ഞവരയില ചേർക്കുക. പിന്നെ നെല്ലിക്കപ്പൊടി. ഇതിനകത്ത് വേറെ പുതിയതായിട്ട് നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ. പിന്നെ തലനീരിറക്കം ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക, അല്ലെങ്കിൽ നമ്മൾ താളി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഷാമ്പൂ ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ലേ, കെമിക്കലൊന്നും ചേരാത്ത, അത് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ ഒന്നും പുതിയതായിട്ട് ചേർക്കുന്നില്ല, നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ പച്ച ആയിട്ടുള്ള നമ്മുടെ മൈലാഞ്ചി അരച്ചിട്ടുള്ള ഹെയർ ഡേ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക. ഒരു ദിവസം ഒരു നെല്ലിക്കയെങ്കിലും നമ്മൾ പച്ചയ്ക്കൊന്ന് കഴിച്ചാലുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും കേട്ടോ. ഒരു മുട്ട,
അതുപോലെ തന്നെ ഒരു നെല്ലിക്കയൊക്കെ ഒരുപാടൊന്നും കഴിക്കേണ്ട, ഓരോന്ന് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നും ഫുൾ ബോഡിക്ക് മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കും കേട്ടോ. നല്ല ആരോഗ്യം പ്ലസ് സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊക്കെ ശീലമാക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പില 2-3 തണ്ട്. ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ഇതുപോലെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, ഇഞ്ചി, നെല്ലിക്ക ഇത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഉപ്പിട്ട് മാത്രം ഈ ഒരു ജ്യൂസിനെ കുടിക്കാം. പക്ഷേ നമ്മളിതിലേക്ക് അധികം പുളിയില്ലാതെ തൈരും കൂടി ചേർത്തിട്ട് ഒരു സംഭാരം രീതിയിലോട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ഒരുപാട് ഗുണകരമാണ്. തൈര് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പം ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് കേട്ടോ. അന്നേരം നമ്മളിത് ഏറ്റവും നന്നായിട്ടൊരു 10-11 മണിയാകുമ്പോഴത്തേന് കുടിക്കാം. അല്ലെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മളൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും നല്ല എനർജി ഡ്രിങ്കാണ്. നല്ല ഗുണകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുടി സംരക്ഷണത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തിയത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളെന്ന് പറയുന്നത് തലേനെ 1 സ്പൂൺ ഉലുവ, അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണ് കരിഞ്ജീരകം ഇട്ട് നമ്മൾ കുതിർത്ത് വെക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അന്നേരം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തലേന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് ഇതെടുക്കുന്നത് കേട്ടോ. നമ്മൾ അരച്ചിട്ട് പായ്ക്കായിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പോൾ ഒട്ടും സമയമില്ല, ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഒട്ടും തന്നെ സമയമില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ അനാർക്കലിയുടെ ഹെയർ ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്ത് നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന, നമ്മുടെ ആട്ടു വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിച്ചവരുണ്ട്. ചിലർക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയവരുണ്ട്. അന്നേരം ഒരുപാട് സന്തോഷം. നമ്മൾ വിളിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തും ഇത് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഒരു കരിഞ്ജീരകവും ഉലുവയും നല്ലപോലെ 1 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് ആക്കുക. നല്ലപോലെ തിളപ്പിച്ച് അതിനൊന്ന് വറ്റിച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ അനാർക്കലിയുടെ എണ്ണയും കൂടെ ലേശം ചേർത്തിട്ട് വേണം നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുക. നമ്മൾ വെറുതെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ലേശം എണ്ണ, ഇപ്പം നമ്മൾ അനാർക്കലിയാണോ അല്ലെങ്കിൽ സാധാ ഏത് വെളിച്ചെണ്ണ തല തേക്കുന്നത് ഏതെണ്ണയാണെങ്കിലും തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്യുക. എപ്പോഴും നമ്മൾ തല മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് രക്തഓട്ടം കൂടുകയും അത് മുഖാന്തരം നമ്മുടെ മുടി നല്ലതായിട്ട് സമൃദ്ധമായിട്ട് വളരാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. എനിക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, PCOD കാരണം ശരിക്കും മുടി നല്ലപോലെ മൂടോട് പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് എൻ്റെ മുടിക്ക് ഇപ്പം നല്ലതായിട്ട് മുടി പൊഴിച്ചിൽ മാറിക്കിട്ടി. അതുപോലെ തന്നെ നരയ്ക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ നരയുടെ വീഡിയോകൾ എൻ്റെത് അങ്ങനെ കാണിക്കാനില്ല എൻ്റെ തലമുടിയിൽ, കാരണം അത്രയും മാറ്റം നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. അന്നേരം ഒരുപാട് മാറ്റം എൻ്റെ മുടിക്ക് എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും മുടി സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിലൊന്നെങ്കിൽ ഡ്രിങ്ക് കാണും, അതില്ലെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ദോശയോ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കാണും, അതിൻ്റെ കൂടെ ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു ഡൈ, അങ്ങനെ 3-4 കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതായിരിക്കും നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അന്നേരം ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു അനാർക്കലിയുടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ജീരകം ഉലുവയും ചേർത്തിട്ടുള്ള മിക്സിനകത്ത് അനാർക്കലി എണ്ണ തേച്ചിട്ട് നമ്മുടെ തലയോട്ടും തലമുടിയും നല്ല പോലെ തേച്ച് കഴുകിക്കളയാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ.